ഇസ്രായേലിൻ്റെ കയ്യിലുള്ള പലരും നിരീക്ഷിക്കാറുണ്ട് സാർ. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള വലിയൊരു തുറുപ്പുചീട്ടെന്ന് പറയുന്നത് ഈ മൊസാദ്. ഈ മൊസാദ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് സപ്പോർട്ട്, ആ ഒരു രഹസ്യാന്വേഷണ വിവരങ്ങൾ, അതൊരു വലിയൊരു തുറുപ്പുചീട്ടായിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ അവരുടെ ഉള്ളിൽ ഈ പാലസ്തീൻ അനുകൂല വികാരങ്ങൾ ശക്തമാണെങ്കിൽ പോലും ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയാൻ ആരും തയ്യാറായിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് ഈ മൊസാദിൻ്റെ ഒരു സേവനം, അല്ലെങ്കിൽ മൊസാദ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രഹസ്യാന്വേഷണ ഒരു പിന്തുണ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധിക്കും. മൊസാദിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലെവലിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ തേടിപ്പിടിച്ച് അവർക്ക് കൗണ്ടറായിട്ട് എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യാം. രണ്ടാമത്തേത്, ലോകത്തിലെ ഒരുമാതിരപ്പെട്ട എല്ലാ നേതാക്കന്മാരെ പറ്റിയും അവരുടെ നല്ലതും ചീത്തയായിട്ടുള്ള റെക്കോർഡ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്കൊന്നും എല്ലാ നേതാക്കന്മാർക്കും സ്കെൽട്ടൺസ് ഇൻ ദ ക്ലോസറ്റ്. അപ്പോൾ കൈവിട്ട് ആർക്കും കളിക്കാൻ പറ്റില്ല. അതാണ് അവരുടെ ഇത്. അത് ഈ 1949 വാറിൻ്റെ സമയത്തും മൊസാദ് എത്രത്തോളം, മൊസാദ് പോലത്തെ അവരുടെ ഡിഫൻസ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ അവരുടെ സ്പൈ നെറ്റ്വർക്ക് അന്ന് മൊസാദ് എന്ന് പറഞ്ഞാൽ അത്ര ഹൈ ഇൻഫ്രാസ്ട്രക്ചർ പരിപാടിയൊന്നും ആയിരുന്നില്ല. അതിനെപ്പറ്റി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഇമ്പ്രസ്ഡ് ആവും. വളരെ ഇപ്പോൾ തന്നെ ഫോം ചെയ്ത ഒരു കൺട്രിയിൽ അവരെങ്ങനെ, അന്ന് ഈജിപ്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ആർമിയാണ് നാസറിൻ്റെയൊക്കെ, അവരുടെയൊക്കെ ആർമീനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്തു എന്നുള്ളത് അതൊന്ന് വായിക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ മൊസാദ് ആ ലെവലിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെയധികം സൊഫിസ്റ്റിക്കേഷനിലേക്ക് എത്തി. അന്ന് എതിർ പാർട്ടിക്കാരൻ മാത്രമല്ല, ലോകത്തിലുള്ള സകല നേതാക്കന്മാരുടെയും സകല ഡീറ്റെയിൽസും അവർ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വോട്ട് യുണൈറ്റഡ് നേഷൻസിൽ എവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഒന്നും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് മൊസാദിൻ്റെ കഴിവ്.